ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നൊരു വളരെ സ്പെഷ്യൽ വ്ളോഗാണ് കേട്ടോ. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒരുമിച്ചുണ്ട്. ഇന്നൊരു മാസ് കുക്കിംഗ് ആണ് കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്തായി തീരുമെന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ രാവിലെ 7 മണിക്ക് കുക്കിംഗ് തുടങ്ങാനായിരുന്നു പ്ലാൻ. ഇപ്പോൾ സമയം 7:45. ഓരോരുത്തരായി ഇങ്ങനെ റെഡിയായി നിൽപ്പുണ്ട്. ബാക്കി എല്ലാവരും റെഡിയാവുന്നേ ഉള്ളൂ കേട്ടോ. ഞങ്ങൾ ഇവിടെ നിന്നായിരുന്നു കുക്കിംഗ് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ഇത് രാവിലെ 7:45 ഇവിടെ നല്ല വെയിലാട്ടോ. സോ ഇവിടെ പറ്റുമെന്ന് തോന്നുന്നില്ല. തിരിച്ച് വീടിനകത്ത് പോയിട്ട് കുക്ക് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ എല്ലാവരും വന്ന് ഞങ്ങളിത് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഉടൻ പരിപാടി സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെയൊക്കെ ഉള്ളപ്പോൾ എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യാറുണ്ട്. അതായത് ഇപ്പോൾ ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട്, ഓണത്തിനൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. കുക്കിംഗ് ആണെങ്കിലും നമ്മൾ ചിലപ്പോൾ ലേറ്റ് നൈറ്റൊക്കെ നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഐറ്റം, അതായത് ഒരു ഹെവി ഐറ്റം ഒക്കെ ആദ്യമായിട്ടാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്താകും എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ ഇതൊരു അൺഫിൽറ്റേർഡ് വീഡിയോ ആയിരിക്കും. അതായത് എന്താണോ ഉള്ളത് അത് അതേപോലെ ആയിരിക്കും കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം കാണുക. ഞെട്ടിക്കൽ ബിരിയാണിയാണോ? ഞെട്ടിക്കൽ ബിരിയാണി ഇത് ഞെട്ടോ ഇല്ലെന്നുള്ളത് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞെട്ടില്ലെങ്കിൽ നമ്മൾ പ്ലേറ്റ് ചെയ്യണ സമയത്ത് ഞെട്ടിക്കും. എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. നിനക്കൊന്നും പറയാനില്ലാത്ത. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ. വരുമെന്നുള്ളത് നമുക്ക് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കാണാം. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് ആണ്. നമ്മളെല്ലാം ന്യൂബീസ് ആണ്. ഇങ്ങനെ മാസമായിട്ടൊന്നും ഇതൊരു ബിരിയാണി വെച്ചിട്ടില്ല. നമ്മൾ കുറേ നാളായിട്ട് പ്ലാൻ ചെയ്യും ഒരു മാസ് കുക്കിംഗ്. ഇപ്പോഴാണ് അതിനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയത്. തായ്ലൻഡിൽ നിന്ന് ഇപ്പോഴാണല്ലോ കൂടെ ചാടിയത്. നമ്മളടുത്ത് ആർട്ടിഫിഷ്യൽ അഭിനയിക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ എത്രയാണ് ഇന്നത്തെ പേയ്മെന്റ്? പേയ്മെന്റ് എത്രയാണ്? പേയ്മെന്റ് നല്ലതാണെങ്കിൽ പേയ്മെന്റ് ചെയ്യാന്ന് പറഞ്ഞു. 9 മണിയായിട്ടുണ്ട് കേട്ടോ. നമുക്ക് 2 മണിക്കെങ്കിലും ബിരിയാണി റെഡിയാക്കണം എന്നുള്ളതാണ് ടാർഗറ്റ്. നോക്കാട്ടോ. ഇതാണ് മെയിൻ ഷെഫ്, സൂപ്പർവൈസർ ഷെഫ്. ഇവിടെ ബാലവേലയാണ് ചെയ്യിപ്പിക്കുന്നത്. വെരി ഇൻട്രസ്റ്റഡ് ആയിട്ട് എന്താണ് പറയാനുള്ളത് അലിച്ച? പണി തുടങ്ങി 2ാമത്തെ മണിക്കൂർ കടന്നേക്കാണ്. എന്താണ് പറയാനുള്ളത്? നന്നായി പോകുന്നുണ്ട്. കുറച്ചും കൂടെ ഫാസ്റ്റ് ആക്കണമെന്ന് തോന്നുന്നു. നമുക്ക് 2 മണിക്കെങ്കിലും ബിരിയാണി റെഡി ആകണ്ടേടാ. 2ാമത്തെ മണിക്കൂർ കടന്നേക്കാണ്. എന്താണ് പറയാനുള്ളത്? നമ്മൾ വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിശ്വസിക്കുന്ന ഒരു 2 മണിക്കൂർ അല്ലല്ലേ, 2 മണിക്കെങ്കിലും നമ്മൾ പാചകം തുടങ്ങുമെന്ന്. സൂപ്പർവൈസർ വന്നേക്കാണ് മേൽനോട്ടം വഹിക്കാൻ. നമ്മൾ 2ാമത്തെ മണിക്കൂർ കടന്നേക്കാണ്. എന്താണ് പറയാനുള്ളത്? ഒന്നുമില്ലേ? അങ്ങനെ ഫൈനലി കട്ടിങ് എല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് ചിക്കൻ മാരിനേഷനും അരി കഴുകലും ഒക്കെയാണ് കേട്ടോ. ഇടിച്ചിടിച്ച് കഴുകും. അടുത്തതായി ചിക്കൻ്റെ മാരിനേഷന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് എല്ലാം കൂടെ അരയ്ക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അതേ ജാറിലേക്ക് കുറച്ച് ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെന്താ പുതിന ലീവ്സ് കുറച്ചൊരു പിടി, പിന്നെ അതേപോലെ മല്ലിയില, പിന്നെ തക്കാളി ഒക്കെ ഇട്ട് അരയ്ക്കാൻ പോവാണ്. ഇനി കുറച്ച് മസാല പൗഡേഴ്സ് കൂടെ ഇടണം. പിന്നെ കുറച്ച് നാരങ്ങാനീര് ഇട്ടിട്ടുണ്ട്. അരയ്ക്കുന്നതിന് മുന്നേ മസാല പൗഡേഴ്സ് കൂടെ ഇടുക കേട്ടോ. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഗരം മസാല ആൻഡ് ഒരു 2 സ്പൂൺ തൈരും കൂടെ ഇടുന്നുണ്ട്. ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചൊരു മാരിനേഷൻ
പ്രിപ്പയർ ചെയ്യാൻ പോവാം. അരച്ചപ്പോൾ 2 സാധനം കൂടെ ചേർത്തായിരുന്നേ, ഉപ്പും പിന്നെ 2 മുട്ടയും സാജീരകവും പിന്നെ വിനീഗർ. ഓക്കെ, ചെരുപ്പൊക്കെ മാറ്റുക. അടുത്ത ഇനി ചിക്കൻ മാരിനേഷൻ ആണേ. 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടുണ്ടേ. അടുത്തത് ഇതും കൂടെ ഒഴിക്കുവാണ്. കാഷ്യൂ പേസ്റ്റ് ആണ്. അങ്ങനെ ചിക്കൻ മാരിനേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ അടുത്ത പരിപാടി അരി കഴുകാൻ പോവാണ് കേട്ടോ. നമ്മള് 3 കിലോ അരി എടുത്തിട്ടുണ്ട് അല്ലേ? 3 കിലോ അരിയാണ്, അപ്പമാണ് കഴുകുന്നത്. അപ്പൊ ഇന്നത്തെ പരിപാടി ഇങ്ങനെയല്ലേ? അടുത്ത ഇനി കുക്കിംഗ് ടൈമാണ്. അപ്പോൾ റൈസ് കുക്ക് ചെയ്യാനായിട്ട് ഇത് നെയ്യും കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇനി ഹോൾ സ്പൈസസ്, പിന്നെ കുറച്ച് ഉള്ളിയും പിന്നെ കുറച്ച് ക്യാരറ്റും കൂടെ ഇട്ട് വറുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയിലയും പിന്നെ തൊണ്ടമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ഇത് റൈസ് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഫസ്റ്റ് ഒരല്പം ലെമൺ ജ്യൂസും ഒഴിച്ചായിരുന്നു. ഇനി വെള്ളം ഒഴിക്കുകയാണ്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം കേട്ടോ, അതാണ് എടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അടുത്ത നമ്മൾ ചിക്കൻ വറുക്കാൻ പോണേ. കിട്ടിക്കാണോ സൗണ്ട്? അതെന്താ? എന്താ പറയാനുള്ളത്? നമ്മൾ 4ാമത്തെ മണിക്കൂറിലോട്ട് കടന്നിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എന്താണ് എന്താണ് പറയാനുള്ളത്? 4ാമത്തെ മണിക്കൂറായി. മാത്രമല്ല, ഇവിടെ ഇപ്പോ ഫിസിക്കൽ പ്രസൻസ് ഇല്ലാത്ത ഒരാളും കൂടെ ഉണ്ട്. ഇതെല്ലാം കണ്ടോണ്ട് മേളിൽ ഒരാളുണ്ട്. അതിന്റെ കമന്റ്സ് ഇതിനിടയ്ക്ക് നമ്മൾ അരി 1 റൗണ്ടോടെ കുക്ക് ചെയ്ത് കേട്ടോ, അത് വീഡിയോയിൽ കാണിച്ചില്ല. അങ്ങനെ ഇപ്പോൾ സമയം 12:30. ചിക്കൻ നമ്മൾ വറുത്ത് കഴിഞ്ഞു. അപ്പോൾ ചിക്കൻ വറുത്ത് കഴിഞ്ഞു, ഇനി കറി ആക്കട്ടെ. ചെറിയ വെങ്കായം, അതെ അതെ, കുറച്ചും കൂടെ എണ്ണ വേണം കേട്ടോ. ഇപ്പൊ വരും മാമി പറഞ്ഞ മതി. അപ്പൊ പിന്നെ അത്ര വേറെ അത്തിയില്ല. ഉപ്പ്, ഇതിനെന്താ കറിവേപ്പില ഇട്ടു, പച്ചമുളക് ഇട്ടു, ചെറിയുള്ളി ഇട്ടു, വലിയ ഉള്ളി ഇട്ടു. അടുത്തതിന് എന്താ ഉപ്പിട്ടു, ഇഞ്ചി പേസ്റ്റ്,
അടുത്തത് വെളുത്തുള്ളി പേസ്റ്റ്, തക്കു പഴ കയ്യൊന്ന് അവിടെ ഇരുന്ന് മിക്സ് ചെയ്യും. എസ്തറ്റിക് തക്കാളി. അപ്പോൾ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വാടി. ഇനി മസാല പൗഡേഴ്സ് ഇടുക കേട്ടോ. ഇതിനെന്താ തമിഴ് പറയാ? മഞ്ഞൾ പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കാഷ്യൂ പേസ്റ്റ് ആണ്. ചിക്കൻ എടുത്തിട്ട് ഇളക്കാം. നമ്മളിനി മല്ലിയിലും പുതിന ഇടുവാണ് കേട്ടോ. നമ്മൾ ദം ഇടുക കേട്ടോ. പാത്രം ചൂടാക്കി അതിലേക്ക് ഒരല്പം നെയ്യ് ബേസിൽ ഒഴിക്കുവാണ്. അത് കഴിഞ്ഞ് തക്കാളി മാമിയാണ് ഒരല്പം ഗരം മസാല പൊടി, ക്യാരറ്റ് വറുത്തത്, ഉള്ളി വറുത്തത്, പൈനാപ്പിൾ, കാഷ്യൂസ്, മുന്തിരി, റൈസൻസ്, ഇതിന്റെ അടപ്പ് ഇവിടെ പൈനാപ്പിൾ പോണേ. അപ്പൊ അടുത്ത ഇനി ദം പ്രോസസ് ആണ് കേട്ടോ. രണ്ടാമത്തതും ഏതാണ്ടൊക്കെ റെഡി ആയിട്ടുണ്ട്. അടുത്ത ഇനി ടേസ്റ്റിംഗ് ടൈം ആണ്. അപ്പോൾ പുതിന ചട്നി, പുഴുങ്ങിയ മുട്ട, പൈനാപ്പിള്, പിന്നെന്താ സാലഡ്, അതായത് യോഗ തൈരുള്ള സാലഡും തൈരില്ലാത്ത സാലഡും ഉണ്ട്, പിന്നെ പപ്പടം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി കഴിക്കട്ടെ. റോസ് എടുത്തിട്ട് കൊടുക്കണേ. അങ്ങനെ ബിരിയാണി കഴിച്ച ക്ഷീണത്തിൽ എല്ലാവരും പല വഴിക്കായിട്ട് കിടക്കുക കേട്ടോ. അപ്പോഴേക്കും ഇവിടെ അടുത്ത വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 4:30 ആയപ്പോഴേക്കും മാമി ഉള്ളിവട ഉണ്ടാക്കുകയാണ്. കാരണം ഞങ്ങൾ ഉള്ളി കുറേ അങ്ങ് അരിഞ്ഞു കേട്ടോ, കുറേ ബാക്കി വന്നു. അങ്ങനെ ആ ബാക്കി വന്ന ഉള്ളി എല്ലാം കൂടെ എടുത്തത് ഉള്ളിവട ഉണ്ടാക്കുവാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞപ്പോഴേക്കും ചേച്ചി എത്തി. ചേച്ചിക്ക് ഇന്ന് വർക്കിംഗ് ആയിരുന്നു കേട്ടോ. ഞങ്ങൾ ചെയ്തൊരു സൺഡേ ആണ്, പക്ഷേ ചേച്ചി ഹോസ്പിറ്റലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ചേച്ചിക്ക് ജോലി ഉണ്ടായിരുന്നു.
സ്ലിപ്പാവും. അങ്ങനെ ദേ രാത്രിയായി, എല്ലാവരും തിരിച്ചു പോവാട്ടോ. അപ്പോൾ ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ഒക്കെ ഉള്ളപ്പോൾ ഇങ്ങനെയാണ്. ഇത് ശരിക്കും ഒരു അൺഫിൽറ്റേർഡ് വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ.